ടൊവിനോ തോമസ് നായകനായ നരിവേട്ട അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത് ഇന്ത്യൻ സിനിമാ കമ്പനിയുടെ ബാനറിൽ ടിപ്പു ഷാൻ, ഷിയാസ് ഹസൻ എന്നിവർ നിർമ്മിച്ച ഒരു പൊളിറ്റിക്കൽ സോഷ്യോ ത്രില്ലറാണ്. മറവികൾക്കെതിരായ ഓർമ്മയുടെ പോരാട്ടം എന്ന ടാഗ് ലൈനോടെ എത്തിയ ഈ ചിത്രം അതിജീവനത്തിൻ്റെ ശക്തമായ പ്രതികരണമാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇതിൻ്റെ ഒരു കഥാപശ്ചാത്തലത്തെപ്പറ്റി നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ചിത്രം പ്രധാനമായും 2003 വയനാട് മുത്തങ്ങയിൽ നടന്ന മുത്തങ്ങ സമരത്തെ പശ്ചാത്തലമാക്കിയതാണ് എന്നതാണ് പ്രാധാന്യമുള്ളത്. ആദിവാസി സമൂഹത്തിൻ്റെ അവകാശങ്ങൾ, ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ, ഭരണകൂടത്തിൻ്റെ നിശ്ചലമായ നിലപാടുകൾ എന്നിവയെല്ലാം ഈ ഒരു സിനിമയിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഒരു സാധാരണ പോലീസ് കോൺസ്റ്റബിളായ വർഗീസ് പീറ്ററിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെയും വ്യക്തി ജീവിതത്തിലെയും സംഘർഷഭരിതമായ അത്യപൂർവ നിമിഷങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ടൊവിനോ തോമസിൻ്റെ പ്രകടനത്തെക്കുറിച്ച് നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അദ്ദേഹം അവതരിപ്പിച്ച വർഗീസ് പീറ്റർ എന്ന കഥാപാത്രം പ്രേക്ഷകർക്കിടയിൽ വലിയ പ്രശംസ നേടിക്കൊണ്ട് മുന്നേറുകയാണ്. പലരും അദ്ദേഹത്തിൻ്റെ കരിയറിലെ മികച്ച ഒരു കലാപ്രകടനങ്ങളിലൊന്നായിട്ടാണ് ഈ ഒരു കഥാപാത്രത്തെ വിലയിരുത്തുന്നത്. PSC വഴി പോലീസ് കോൺസ്റ്റബിൾ ജോലി ലഭിച്ചെങ്കിലും ആ ജോലി ഒട്ടും ഇഷ്ടമില്ലാതെ ചെയ്യുന്ന ഒരു സാധാരണക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മാനസികാവസ്ഥയും അയാൾ നേരിടുന്ന സംഘർഷങ്ങളും ടൊവിനോ വളരെ സ്വാഭാവികമായി അവതരിപ്പിച്ചിരിക്കുന്നു എന്നതാണ്. അദ്ദേഹത്തിൻ്റെ അഭിനയം സിനിമയുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു എന്ന് തന്നെ പറയാം. മറ്റു പ്രധാന കഥാപാത്രങ്ങളെപ്പറ്റി, അവരെ പ്രകടനങ്ങളെപ്പറ്റിയൊക്കെ നമ്മളൊന്ന് പരിശോധിച്ചാൽ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഹെഡ് കോൺസ്റ്റബിൾ ബഷീർ അഹമ്മദ് എന്ന കഥാപാത്രം വളരെയേറെ തന്മയത്വത്തോടു കൂടി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിനായി എന്നുള്ളതാണ്. തമിഴ് സംവിധായകനും നടനുമായ ചേരൻ രഘുറാം കേശവ് എന്ന കഥാപാത്രമായും ചിത്രത്തിലെ നിർണായകമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് മികച്ച പ്രകടനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. ആര്യ സലീം അവതരിപ്പിച്ച ശാന്തി എന്ന കഥാപാത്രം CK ജാനുവിനെ ഓർമ്മിപ്പിക്കുന്നു. അത്തരത്തിലാണ് പ്രേക്ഷകർ തന്നെ വിലയിരുത്തുന്നത്. അവരുടെ ഭാഷാശൈലിയും ശരീരഭാഷയും സമരത്തിലെ ആത്മാഭിമാനവും ഈ കഥാപാത്രത്തിലൂടെ വളരെ ഭംഗിയായി അവതരിപ്പിക്കാൻ അവർക്കായി എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കഥാപാത്രത്തിൻ്റെ മികവായി നമുക്ക് എടുത്ത് പറയാനാവുക. ചിത്രത്തിൻ്റെ സാങ്കേതിക മികവിനെപ്പറ്റി ആലോചിച്ചു കഴിഞ്ഞാൽ അബിൻ ജോസഫ് രചിച്ച തിരക്കഥയാണ് ചിത്രത്തിൻ്റെ മുഖ്യ ആകർഷണം എന്ന് പറയാം. അബിൻ ജോസഫ് ഉണ്ടാക്കി വെച്ച ഒരു ഓറ അത് തന്നെയാണ് ഈ ഒരു നരിവേട്ട എന്ന സിനിമ. ഇഷ്ക് എന്ന ചിത്രത്തിനു ശേഷം അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത ചിത്രമാണിത്. അദ്ദേഹത്തിൻ്റെ സംവിധാന മികവ് നരിവേട്ട ഒരു മികച്ച ദൃശ്യാനുഭവമാക്കി മാറ്റുന്നുണ്ട്. ജെയ്ക്സ് ബിജോയുടെ സംഗീതവും പ്രത്യേകിച്ച് വേടൻ ആലപിച്ച വേടാ വാടാ എന്ന ഗാനം ചിത്രത്തിൻ്റെ ആത്മാവിനോട് തന്നെ ചേർന്ന് നിൽക്കുന്ന ഒന്നാണെന്ന് പറയാം. ഈ ഗാനം ആദിവാസി സമൂഹത്തിൻ്റെ കഷ്ടപ്പാടുകളും പോരാട്ടവീര്യവും മനോഹരമായി ആവിഷ്കരിക്കുന്നുണ്ട്. ഛായാഗ്രഹണവും എഡിറ്റിങ്ങും കലാസംവിധാനവും ചിത്രത്തിന് മികച്ച പിന്തുണയാണ് നൽകുന്നത്. ഇനി പ്രേക്ഷക പ്രതികരണത്തെപ്പറ്റി പറയുകയാണെങ്കിൽ എന്താണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുള്ള അനുകൂലമായി ഈ സിനിമയ്ക്ക് ലഭിച്ച പ്രത്യേകതകളും പ്രതികരണങ്ങളും എന്ന് നോക്കാം. നരിവേട്ടയ്ക്ക് മികച്ച പ്രേക്ഷക സ്വീകാര്യതയും നിരൂപക പ്രശംസയും വളരെയധികം ലഭിച്ചു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. ആദ്യ ദിനം തന്നെ 2.17 കോടി രൂപ നേടി ബോക്സ് ഓഫീസിലും ചിത്രം വിജയം തുടരുകയാണ്. മറവികൾക്കെതിരായ ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു സിനിമ എന്നും ചിന്തിക്കാനുള്ള ഒരു അവസരം നൽകി സിനിമയെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്നു എന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു. എന്തായാലും മുത്തങ്ങയിൽ പോലീസിൻ്റെയും ഭരണകൂടത്തിൻ്റെയും നരനായാട്ടിനെതിരെ ഒരു ഓർമ്മപ്പെടുത്തലായി ഈ ഒരു സിനിമ മാറുന്നു. അതായത് മുത്തങ്ങ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഈ ചിത്രം കണ്ടിരിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരു സാമൂഹിക പ്രസക്തിയുള്ള സിനിമയാണെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. സ്പൂൺ ഫീഡിങ്ങിൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായും പഴയ തലമുറയിൽ അവരനുഭവിച്ച അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നമ്മുടെ അവാന്തര വിഭാഗങ്ങൾ, നമുക്ക് ചുറ്റുമുള്ളവർ കഷ്ടപ്പെട്ട അതിൻ്റെ ഒരു അവസ്ഥാന്തരങ്ങളെല്ലാം തന്നെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് നരിവേട്ട എന്ന സിനിമ. തീർച്ചയായിട്ടും പുതിയ തലമുറയ്ക്ക് ഇതൊരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ്.